അഡ്രസ് കാൽക്കുലേഷൻ 8086 ആണ് നോക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിലെ കണ്ടന്റ് തന്നിട്ടുണ്ട് 4042. കോഡ് സെഗ്മെന്റ് പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് 4042 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ BX, IP, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ഇവയുടെയൊക്കെ അഡ്രസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് ചോദിക്കുകയാണ് കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിന്റെ അവിടെ നമ്മൾ CS IP ആയിട്ട് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സെഗ്മെന്റ് രജിസ്റ്ററിലുള്ള അഡ്രസ്സ് ഇൻറ്റു 10 പ്ലസ് ഓഫ്സെറ്റ് വാല്യൂ ആണ്. അപ്പം നമ്മൾ കോഡ് സെഗ്മെന്റ് ഒപ്പം നമ്മൾ എപ്പോഴും CS ഈസ് ടു IP എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാക്ക് സെഗ്മെന്റ് ആണെങ്കിൽ സ്റ്റാക്ക് സെഗ്മെന്റിനൊപ്പം SP-യും BP-യും ഒക്കെ പറ്റും. ഓക്കെ, പിന്നെ ഡേറ്റ സെഗ്മെന്റിനൊപ്പം DS ഈസ് ടു SI അല്ലെങ്കിൽ ഡേറ്റ സെഗ്മെന്റ് ഈസ് ടു DI ഇതൊക്കെ പറ്റും. അപ്പം നമ്മുടെ ചോദിച്ചത് CS-ൻ്റെ ആണ്. അപ്പം നമ്മൾ കോഡ് സെഗ്മെന്റ് രജിസ്റ്ററിലുള്ള അഡ്രസ്സ് ഇൻറ്റു 10 പ്ലസ് ഇൻസ്ട്രക്ഷൻ പോയിന്ററാണ് എടുക്കേണ്ടത്. കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ 4042 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4042 ഇൻറ്റു 10 ദാറ്റ് ഈസ് 40420 പ്ലസ് ഓഫ്സെറ്റ് വാല്യൂ നമ്മുടെ IP ആണ് നമ്മൾ എടുക്കേണ്ടത്. DI-യും BX-ഉം ഒന്നും അല്ല എടുക്കേണ്ടത്. എന്നിട്ട് ആ IP-യുടെ വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ ദി CS രജിസ്റ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിവിടെ SS-ൻ്റെ കൂടെ SP-യും BP-യും തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു SS-ൻ്റെ കൂടെ SP എടുക്കും, SS-ൻ്റെ കൂടെ BP എടുക്കും. അപ്പം നമ്മൾ സെഗ്മെന്റ് രജിസ്റ്റർ ഇൻറ്റു 10 പ്ലസ് ഓഫ്സെറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SS-ൽ 3860 തന്നിട്ടുണ്ട്. അപ്പോൾ അതെ 3860 ഇൻറ്റു 10 പ്ലസ് ഓഫ്സെറ്റ് വാല്യൂ SP എടുക്കാമല്ലോ. അപ്പം 1735 എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇഫക്റ്റീവ് അഡ്രസ്. ഇനി അതല്ല, നമ്മൾ BP വെച്ചിട്ട് SS ഈസ് ടു BP-യും വർക്ക് ചെയ്യും. സോ SS ഇൻറ്റു 10 പ്ലസ് BP വാല്യൂ ദാറ്റ് ഈസ് 3640 ഇൻറ്റു 10 പ്ലസ് BP വാല്യൂ 4826. സോ ഇത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. ഡേറ്റ സെഗ്മെന്റിന്റെ അഡ്രസ്സ് പോയിന്റ് ചെയ്യുന്നത് 3032 എന്ന് പറഞ്ഞിട്ടുണ്ട്. BX-ലെ കണ്ടന്റ് 3032 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾക്ക് ചോദിക്കുകയാണ് ഈ AX-ന്റെ വാല്യൂ ഈ അഡ്രസ്സ് ഇവിടെ ഏത് അഡ്രസ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, BX-ലെ കണ്ടന്റ് 008 കൂട്ടണം. BX-ൽ ഇപ്പോൾ എന്താ ഉള്ളത് 3032. അതിൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3040 കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഡേറ്റ സെഗ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം കണ്ടന്റ് ഓഫ് BX രജിസ്റ്ററാണ്. അപ്പോൾ ഡേറ്റ സെഗ്മെന്റ് ഈസ് ടു ഡേറ്റ സെഗ്മെന്റ് അല്ലേ, അപ്പോൾ ഡേറ്റ സെഗ്മെന്റ് കൂടെ ഇൻറ്റു BX രജിസ്റ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ സെഗ്മെന്റ് പോയിന്റ് ചെയ്യുന്നത് 3032 ഇൻറ്റു 10 എടുക്കണം. ഓക്കെ, ഡേറ്റ സെഗ്മെന്റ് ഇൻറ്റു 10 പ്ലസ് നമ്മുടെ ഓഫ്സെറ്റ് ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ BX രജിസ്റ്റർ തന്നിരിക്കുന്നത്. BX രജിസ്റ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ BX കണ്ടന്റിന്റെ വാല്യൂ നമ്മൾ ഇവിടെ 3032 പ്ലസ് 8 ദാറ്റ് ഈസ് 3040 വന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി ഗിവിംഗ് ദ അഡ്രസ് വിച്ച് ദ റിസൾട്ട് ഓഫ് AX വിൽ ബി സ്റ്റോർഡ്. AX-ലെ കണ്ടന്റ് നമ്മൾ ഈ അഡ്രസ്സിലോട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്. താങ്ക് യു.